രാത്രി 1 മണിയായി. 1 മണി കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് മീൽ. ഇന്നലത്തെ മീലല്ല, പക്ഷെ ഇന്നത്തെ ശരിക്കുള്ള മീല് ഇതാണ്. ലാർജ് പ്ലസ് അങ്ങനെ എന്തോ, ലാർജ് പ്ലസ് ഡോമിനോസിന്റെ ഓഫർ ഉണ്ടായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അപ്പൊ ഞങ്ങളിത് ഫുൾ പിടിച്ചിട്ട് വരാം. ഇന്നലെ വാങ്ങിച്ച പീച്ച രാത്രിയിൽ അത് ഇന്ന് ഉച്ചയ്ക്കും കൂടെ ഞങ്ങൾ കഴിക്കുക. ആ പീച്ചയുടെ വലുപ്പം നല്ല വരും. അതെ, വിശന്നിരിക്കുമ്പോൾ ലെഫ്റ്റ് ഓവേഴ്സ് കഴിയാൻ എന്തൊരു സുഖം. കൂടുതൽ നല്ല വിഷയമാണ്. ഇവിടെ ഞങ്ങൾ 2 പേർക്ക് കൂടെ 500 രൂപയായിരുന്നു. അത്യാവശ്യം നല്ല ഡീസൻ്റ് ഒരു റൂം. ചൂടായിരുന്നു ഭയങ്കരമായിട്ട്. ബാത്റൂം ഈ ഒരു കിച്ചൺ രണ്ടാം ഉണ്ട്. ഇത് ഹൗസ് കീപ്പിംഗ് ആണ്. ഇവിടുത്തെ ഇന്നലത്തെ ഇവിടുത്തെയും ഇങ്ങോട്ട് വരുന്ന ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ചോപ്തയിലായിരുന്നു അവസാനത്തെ നമ്മൾ. ഞങ്ങളൊരു 7 മണിക്കൂർ ടാക്സിയിലായിരുന്നു. അതുകൂടാതെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ഫുൾ ഡേ ഞങ്ങൾ ഫോൺ ഇല്ലാതായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ ഉണ്ടായിരുന്ന 2 ദിവസം നെറ്റ്വർക്ക് ഇല്ല, 0 കവറേജ്. അതവിടെ പോകുമ്പോൾ ആലോചിച്ചോളാം, BSNL മാത്രമേ റേഞ്ച്. അതെ, ഞങ്ങൾ 7 മണിക്കൂർ വണ്ടിയിലിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങളൊരു സ്കൂട്ടർ റെൻറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നു. 1 മണിക്കൂർ എടുത്തു. അതിൻ്റെ എല്ലാ ഇടയ്ക്ക് ഞങ്ങളുടെ ഫോണിന് ചാർജ് ഇല്ല. അപ്പോൾ ഒന്നും എടുക്കാൻ 1%ലായിരുന്നു ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്തത്. ഇപ്പോൾ കഴിച്ചിട്ട് ഞങ്ങൾ മസൂറിയിലോട്ട് വിടുക. 3-ാമത്തെ നിലയാണ്. ഇതായിരിക്കും ഞങ്ങളുടെ ഇന്നത്തെ വണ്ടിയും ഞങ്ങൾ താമസിക്കാൻ പോകുന്നില്ല. ബാഗൊക്കെ ഇതിലായിരിക്കും. അതെ, മയിൽ വാനാണ് ഞങ്ങളുടെ. ഞങ്ങൾ 2 കള്ളന്മാരായിരിക്കും ഇന്ന് വണ്ടി മേടിച്ചുകൊണ്ട് പോകാൻ പോകുന്നത്. അങ്ങനെയായിരുന്നു നമ്മുടെ ഹോസ്റ്റൽ. അതിഥേവ്. അപ്പം ഞങ്ങൾ ഇനിയും എല്ലാം പോവാം. ഹായ് ഗായ്സ്, ഞങ്ങൾ ഉത്തരാഖണ്ഡിൽ കൂടെ വണ്ടിയിൽ, ഉത്തരാഖണ്ഡിലെ വീതികളിലൂടെ, തെരുവ് വീതികളിലൂടെ 2 തെരുവ് നായ്ക്കൾ. നല്ലയുകയാണ്. അതെ, ഞങ്ങൾക്ക് ഇനി എത്താൻ വേണ്ട 1.25 മണിക്കൂർ. ഓക്കെ ദെൻ, ഇനിയും അവിടെ എത്തിയിട്ട് കാണാം. ബൈ. നല്ല മഴ പെയ്യാൻ തുടങ്ങി. കുറച്ച് നേരം കൂടെ നോക്കിയിട്ട് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് കോട്ടിട്ടുണ്ടെങ്കിൽ പോകാം. റെയിൻകോട്ട് എടുക്കേണ്ടി വരും മിക്കവാറും. ഞങ്ങളിവിടെ ലാൻഡോറിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് 2 കിലോമീറ്ററും കൂടെ ഉള്ളു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാകും. താഴെ ഫുള്ള് ഇങ്ങനെ ഓരോ അടുപ്പിച്ചുള്ള വീടുകളില്ലേ ഇങ്ങനെ. അത് രസമാണ്. പക്ഷെ ഇവിടെ ഈ കരക്ക് ഇത്ര ഇല്ലായിരുന്നു. അതായിരുന്നു ഇച്ചിരി നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ടൗൺ. ഭയങ്കര തിരക്കാണ് ഇപ്പം. ഭയങ്കര തിരക്കാ. കുരിശുമല ഇങ്ങോട്ട് നടന്നു പോകാൻ പറ്റുമായിരിക്കും ആ സൈഡിൽ നിന്ന് വല്ലതും. ഇങ്ങനെ വണ്ടികൾ പൊക്കോണ്ടിരിക്കുക. വലിയ വീതിയൊന്നും ഇല്ല റോഡിന്. അപ്പം ഒറ്റയടിക്കുവാണെ 2 സൈഡിൽ കൂടെ പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. അവരാദ്യം ഒരു ലൈൻ കയറ്റി വിടും, അത് കഴിഞ്ഞ് നിർത്തിയിട്ട് മറ്റേ ലൈൻ കയറ്റി വിടും. അങ്ങനെ ആവും. അപ്പോൾ നല്ല തിരക്കുള്ള ടൈമിൽ കുറേ നേരം കിടക്കേണ്ടി വരും. ഇനിയും മണ്ടയ്ക്കോട്ട് പോയിട്ട് കാണാം. ജസ്റ്റ് ഇപ്പോൾ ആ വ്യൂ പോയിന്റ് നിന്നിടത്തും തൊട്ട് മണ്ടയ്ക്ക് ഇവിടെ ഒരു ക്യാഫെ പോലത്തെ സ്ഥലമുണ്ട്. ഡോമാസ് ക്യാഫെ എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇവിടെ എങ്ങാണ്ട് റസ്കിൻ ബോണ്ടിൻ്റെ റസ്കിൻ ബോണ്ടിൻ്റെ വീടെന്ന് എവിടെ ഞാൻ കണ്ടായിരുന്നു. ഞങ്ങൾ റസ്കിൻ ബോണ്ടിൻ്റെ പണ്ടത്തെ 10ലായിരുന്നോ? 10-ലോ 9-ലോ ഉണ്ടോ ബെറ്റി മിസ് പഠിപ്പിച്ചവരാണ്. 9-ലോ 10-ലോ എങ്ങാണ്ട് ഞങ്ങൾക്ക് പുള്ളിയുടെ ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ടായിരുന്നു, ഫേസ് ഇൻ ദ ഡാർക്ക് എന്ന് പറഞ്ഞു. അതെ, ഇത് കാണാൻ തന്നെ രസമായി ക്യാഫെ അല്ലേണോ? ആ ഡോമാസ് ക്യാഫെ എന്നുള്ള പേരിനോട് അല്ലേ നീതി പുലർത്തിയൊരു കാഫെ. പുള്ളിയുടെ വീട് ഇവിടെ വല്ലതായിരിക്കും. നമുക്ക് പുള്ളിയുടെ വീട്ടിൽ പോയി ചായ കുടിച്ചാലോ? നമുക്ക് ആ ഫേസ് ഇൻ ദ ഡാർക്കിന്റെ നറേറ്റീവിനെ പറ്റി ഒന്ന് ഞാൻ ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. റസ്കിൻ ബോണ്ടിന്റെ റെസിഡൻസ് ആയിരുന്നു. ഗൂഗിളിന്റെ ഇമേജസ് വെച്ച് ഇതാ ഈ വെള്ള സാധനമാണ്. ഇതിലെ നമ്മൾ നറേറ്റീവിനെ പറ്റി പറഞ്ഞോണ്ട് ഇതുണ്ടോ, ഇത്ര സ്ഥലമേ ഉള്ളൂ റോഡില് മൊത്തത്തിൽ. ഒരു 10,000 വണ്ടിയാവും. മേലോട്ടൊരു വണ്ടി പോയാൽ അതുപോലെ താഴോട്ട് വരാൻ പറ്റത്തില്ല.
നല്ല മനോഹരമായ വീതികൾ. തിരക്കുള്ള ടൈമിൽ ഇവിടെ 2 വണ്ടി എങ്ങനെയാ മേലോട്ട് വന്നത് എനിക്ക് ശരിക്കും ഒന്ന് കണ്ണാക്കണം. നമ്മളും തിരിച്ചു പോകുമ്പോൾ നല്ല കുക്ക്ഡ് ആയിരിക്കും കേട്ടോ, തിരക്കുണ്ടായിരിക്കും. ഞങ്ങളങ്ങനെ എത്തി. ചാർദുക്കാൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെ 4 കടകളിരിക്കും. ഇവിടെ വന്നപ്പോൾ പാർക്കിംഗ് ചെയ്യണം. പാർക്കിംഗ് പേ ആൻഡ് പാർക്ക് 50 രൂപ. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം, ഞങ്ങൾക്ക് ബാഗ് വെക്കണം. 3 ബാഗുണ്ട്. ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് പോകുന്നത് റിസ്ക്കിയാണ്, നല്ല റിസ്ക്കിയാണ്. ഞങ്ങൾ ബാഗ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഇവിടുത്തെ തിരക്ക് കണ്ടില്ല, അയ്യോ. ഇപ്പം ഞങ്ങൾ പോകുന്നതാണ് ചാർദുക്കാൻ. ഇപ്പം അവിടെ സാത് ദുക്കാനാ. എനിക്ക് തോന്നുന്നു പണ്ട് തൊട്ടേ അവിടെ 4 കടയുള്ളായിരുന്നു. അതാ ചാർദുക്കാൻ എന്ന് പേര് വന്നത്. ഐക്കോണിക് സ്പോട്ടാണ് ലാൻഡോറിൽ. ആ താഴത്തെ കടയുണ്ടല്ലോ, നമുക്കൊരു ചെറിയ സാധനം മേടിക്കാം. എന്നിട്ട് അവിടെ വെക്കാം. ഉണ്ടോ അവിടെ? എന്തെങ്കിലും ഒരു ചെറിയ സാധനം മേടിക്കാം, എന്നിട്ട് ചോദിക്കാം. ക്യാമറ കൂടെ കൈ പിടിക്കാം. ഓക്കെ. ഇവിടുത്തെ ചോക്ലേറ്റ് ആൻഡ് ന്യൂട്ടെല്ല ഞാൻ കേട്ടത് ചോക്ലേറ്റ് പാൻ കേക്ക് ഇവിടെ എവിടെ ഉള്ള ഒരെണ്ണം പൊളിയാണ്. ചിലപ്പോൾ ഇതായിരിക്കും, മേ ബി ഇതായിരിക്കും. നമുക്ക് പുള്ളിയോട് തന്നെ ചോദിച്ചാലോ. भैया भैया बैग इधर रख सकते हैं? हाँ. Guys, perks of having a camera with us. Yeah, we can do anything. Seriously. എനിക്ക് ചിരി വരുവാ. ശരി, ഞങ്ങളൊരു ക്യാമറ കയ്യിലുണ്ട്. പുള്ളിയോട് പറഞ്ഞു ഇവിടെ വെച്ചോട്ടെ. പിന്നെ വ്ളോഗ് ബനാത്തെ ഒക്കെ. ഇവിടെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു കഫേയാണ്. അഫോർഡ് ചെയ്യാൻ പറ്റുമോ? അഫോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിലും ഇല്ലെങ്കിലും കുറച്ച് നേരത്തേക്ക് ബാഗ് അവിടെ ഇരിക്കും. നമുക്ക് വെളിയിലും പോകുമ്പോഴും പുള്ളിയോട് പറഞ്ഞാൽ മതി. ഇവിടുന്ന് പാൻ കേക്ക് കഴിക്കാം. 400 കുറഞ്ഞ ഒന്നുമില്ല. അണ്ണനോട് ഒന്നുകൂടെ പോയി പറഞ്ഞിട്ട് ആ ബാഗ് അവിടെ തന്നെ വെക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഈ വ്യൂ കണ്ടുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ കഴിക്കും. നല്ല വ്യൂ അല്ലേ? ഈ 4 എണ്ണമാണ് ഇവിടുത്തെ പണ്ട് തൊട്ടുള്ള ഐക്കോണിക് കടകൾ. ഇനി ഇവിടുന്ന് എവിടുന്നേലും ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സാധനങ്ങൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം, അല്ലേ? അതെ, ഈ താഴത്തെ കടയും ബെസ്റ്റാന്ന് തോന്നുന്നു. പക്ഷെ അവിടെ നിന്ന് കഴിക്കാനുള്ള നമ്മുടെ കയ്യിലില്ല. അത്രയോ? ഇവിടെ ഫ്രണ്ടിലത്തെ കിച്ചണിലുണ്ട്, ഇത്രേ ഉള്ളൂ. അവിടെ ഒരു ആൻറ്റി ഇരുന്ന് മുട്ട ഉണ്ടാക്കുന്നു, മാഗി ഉണ്ടാക്കുന്നു, എല്ലാം ഉണ്ട്. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നു. പാൻ കേക്ക് വന്നിട്ട് ഇങ്ങനെ ഈ സാധനത്തിന് വേണ്ടി ഞങ്ങൾ ഒരു 20 മിനിറ്റ്സ് ഇരുന്നല്ലോ. 20 മിനിറ്റ്സ്. ഇറ്റ്സ് നോട്ട് വർത്ത് ദ ഹൈപ്പ്, റൈറ്റ്? ഇതിൽ നല്ല പാൻ കേക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യണ്ട. ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇത് ഭയങ്കര ഓവറായിട്ടാണ്. 300 രൂപയായി, ബാക്കി 200. ഇനി ഇവിടുത്തെ എല്ലായിടവും ഇതുപോലാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ നേരെ ബേക്ക് ഹൗസിലോട്ട് പോകത്തേ ഉള്ളൂ. ഇതാണ് ഗൈസ് ചാർദുക്കാൻ. ഇത്രേ ഉള്ളൂ. യെസ്, 4 കടയുണ്ട്. അവിടുത്തെ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഒരിടത്ത് ജിഞ്ചർ ലെമൺ ടീ ആണ്, അടുത്ത സ്ഥലത്ത് പാൻ കേക്ക്. പക്ഷേ എല്ലാം ഓക്കെ, അത്രേ ഉള്ളൂ. നോട്ട് ദി ബെസ്റ്റ്, നത്തിങ് സ്പെഷ്യൽ, ജസ്റ്റ് നോർമൽ 4 ദുക്കാൻ. കുഞ്ഞു. ഇപ്പം നിൽക്കുന്ന പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി പോകത്തില്ല, അപ്പം നടന്ന് തന്നെ പോകണം, അല്ലേ? 600 മീറ്റേഴ്സ് എന്തോ 600 മീറ്റർ ഉണ്ട്. നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു? അതെ, നമ്മള് ചന്ദ്രശീല 14 കിലോമീറ്റർ. എടാ, ചന്ദ്രശീല 5 ഉള്ളായിരുന്നു 1 വേ. ഗുർസൻ ബുഗിയാൽ 7 കിലോമീറ്റർ ആയിരുന്നു. നമ്മൾ 7 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ 14 കിലോമീറ്റർ. പോയ ഞങ്ങളോടാണോ? 600 മീറ്റേഴ്സ്. പ്രകാശ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോഴ്സ് ഉണ്ട്. അവിടെ ഹോം മെയ്ഡ് ഇങ്ങനെ ജാംസും പീനട്ട് ബട്ടേഴ്സും ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അവിടെ നിന്ന് കയറി നോക്കാം, നമുക്ക് എത്ര റേറ്റ്സ് ഒക്കെ നോക്കാം. നോക്കാം.
ഇവിടെ കുറേ ജാംസ് ഉണ്ട് കേട്ടോ. ഗ്രേപ്സ്, സ്ട്രോബെറി, ഗൂസ്ബെറി, ആപ്രിക്കോട്ട് ആൻഡ് പീനട്ട് ബട്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ സബ്സെ ബെസ്റ്റ് മോസ്റ്റ് സെല്ലിങ്സ് ആണ് ഇവിടുത്തെ സ്ട്രോബെറി ജാമാണ്. സോ നമുക്കത് 2 വീട്ടിലേക്ക് എടുക്കാം. അതെ. പിന്നെ ഒരു ചെറുത്, പിന്നെ പീനട്ട് ബട്ടർ. ഞങ്ങളങ്ങനെ ഇവിടുത്തെ പർച്ചേസിങ്. അതെ, ഇവിടെ ബാഗ് ഞങ്ങൾ അവിടെ വെച്ചു. ഇനിയും ഇവിടെ പർച്ചേസ് ചെയ്തുകൊണ്ട് പുള്ളി ബാഗ് വെക്കാൻ സമ്മതിച്ചു. ശരി, അവിടെ ക്യാമറ ഉള്ളതുകൊണ്ട് അത് സമ്മതിച്ചു. ഇത്രേ ഉള്ളൂ. ഇവിടെ സുവനീഴ്സ് ഒക്കെ കിട്ടുന്ന ഒരു കുഞ്ഞു കടയുണ്ട്. ഇതാണോ ഗ്രീൻ ലൈഫ്? ഇവിടെയും ചുമ്മാ നോക്കാം, അല്ലേ? നോക്കാം, ചുമ്മാ കയറി നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. തൽക്കാലം ക്യാമറ ഓഫ് ചെയ്ത് നോക്കിയിട്ട് എടുക്കാം. ദീപിന് വേണം നല്ല സാധനം. എന്ത് വേണം? ആർക്കാ വേണമെന്ന് പറഞ്ഞു? അദ്വൈതം എനിക്ക് വേണ്ട. എന്താ ആരാ പറഞ്ഞു? 3 കുരങ്ങന്മാർ. ഇത് കണ്ടോ? ഈ സാധനം കണ്ടോ? ഇങ്ങനെ ഒരിക്കലും വീഴാത്ത. ഒരിക്കലും വീഴാത്തല്ല, അത് വീഴും. നീ അവിടെ വെച്ച് ഇവിടെ കുറേ ഉണ്ട് സോവന്. ചായയും കാപ്പിയൊന്നും കുടിക്കത്തില്ല. എല്ലാം ഒഴിച്ച് കുടിക്കാൻ എനിക്കറിയത്തില്ല. ഇനിയും ബേക്ക് ഹൗസിലോട്ട് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ബേക്ക് ഹൗസ് ഭയങ്കര തിരക്കാണ് ഇവിടെ. മിക്കവാറും ഞങ്ങൾ പോകത്തില്ലായിരിക്കും. 5 o'clock 5 മണിയാണ്. ഞങ്ങൾക്ക് തിരിച്ച് പോകാൻ വേണം അങ്ങ് ഋഷികേശ് വരെ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഹോട്ട് ചോക്ലേറ്റും കാര്യങ്ങളും ഒക്കെയാണ്. ചുമ്മാ അതിൻ്റെ മെനു കൂടെ നോക്കാം. പയ്യെ പോസ് ചെയ്തിട്ട് നോക്കിയാൽ വരാം. ഈ 4 ദുക്കാനെക്കാട്ട് ചീപ്പാണ് ഇവിടുത്തെ സാധനങ്ങൾ. ഭയങ്കര ചീപ്പാണ് 4 ദുക്കാൻ വെച്ച് നോക്കുമ്പോൾ. ഈ എന്താ പറയാ, അവരുടെ ഫുൾ സെറ്റപ്പ്. നമുക്ക് സാധനം കിട്ടി. ഇവിടെ മങ്കിയുടെ ഇഷ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത്. മങ്കിക്ക് കൊടുക്കാതെ ഇനി തന്നെ തിന്നാം. മങ്കി വരുവാണ് അടിച്ച് ഓടിച്ചോണം. പിന്നെ വെള്ളം 10,000 രൂപ കൊടുത്ത് വാങ്ങിച്ചത് മങ്കി എടുത്തുകൊണ്ട് പോകാനാണ്. 1 മണിക്കൂർ ഇവിടെ നിന്നിട്ട്. ഓക്കെ, നമുക്ക് മെല്ലെ വെള്ളോട്ട് എടുക്കാം. ആദ്യമേ ടാർട്ട് കഴിക്കാം. വാൾനട്ട് ടാർട്ട് അങ്ങനെയുണ്ടോ? കൊള്ളാം, അടിപൊളിയാണോ? 1 hour പോകത്താണോ? ആ, അടുത്ത കോഫി വാൾനട്ട് കേക്ക് ട്രൈ. ഇവിടുത്തെ പോപ്പുലർ ഒരു സാധനം. അങ്ങനെയുണ്ടോ? കൊള്ളാം. വാൾനട്ടിൻ്റെ കേക്ക് അത്ര കിട്ടുന്നില്ല. പക്ഷെ കുഴപ്പമില്ല. അപ്സൈഡ് ഡൗൺ ആപ്പിൾ പുഡിംഗ് ബ്രോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ. ആണോ? എനിക്ക് ആപ്പിൾ പുഡിംഗ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇന്ന് കഴിച്ചു നോക്കട്ടെ. ആ പഴുപ്പ് കൊള്ളാം. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഫീലിംഗ്. ലാസ്റ്റിൽ അത് കഴിക്കണം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഫി വാൾനട്ട് കേക്ക്. കൊള്ളാം. ഇനി ഇതെല്ലാം തീർക്കട്ടെ. ലെറ്റ്സ് ഗോ. ലാൻഡോർ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ. നമുക്കറിയാമായിരുന്നു സാധനം ഇച്ചിരി ഓവർ റേറ്റഡ് ആവുന്നു. അങ്ങനെ തന്നെ കാഫേ ഫുഡൊക്കെ കാഫേ ഹോപ്പിംഗ് ചെയ്യാൻ അത്രേ ഉള്ളൂ ഇവിടുത്തെ. പിന്നെ വീക്കെൻഡ്സിലാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്ലാൻസ് ഉണ്ടെങ്കിൽ വെറുതെ ഇങ്ങോട്ട് വരണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. ട്രാഫിക്കിൽ കുറേ ടൈം കളയും. അല്ലെങ്കിൽ 2 വീലറിലാണെങ്കിൽ ഓക്കെ. ഭയങ്കര തിരക്കുള്ളപ്പോൾ ഇവിടെ ഒരു സുഖമില്ല. അല്ലാതെ ഇങ്ങനെ സ്റ്റേക്കേഷനൊക്കെയാണ് നല്ലതായിരിക്കും. സ്റ്റേക്കേഷന് പെർഫെക്റ്റ് സ്പോട്ടാണ് ഇത്. ചുമ്മാ ഒരു സ്റ്റേക്കേഷൻ ആണ്. എന്നിട്ടൊരു ഈവനിങ് വാക്കിന് ആ ചാർ ദുക്കാനിലോട്ടൊക്കെ ഇറങ്ങി ഒരു ഇതിലാണേലും ചുമ്മാ നടക്കാൻ എന്തെങ്കിലും സ്നാക്സോ വല്ലതും കഴിച്ചിട്ട് അങ്ങനെയൊക്കെ കൊള്ളാം. അല്ലാതെ പ്രത്യേകിച്ച് വലിയ നമുക്ക് ടിക്കറ്റ് കിട്ടാഞ്ഞോണ്ടാ ഇങ്ങനെ ഒരു സാധനം വേണം. അതെ, എല്ലാവരും ഇപ്പോൾ നമ്മൾ ട്രെയിനിലിരിക്കുന്നത്. അതെ. അതെ,
ഇനി ഞങ്ങൾക്ക് ഋഷികേശിലോട്ട് പോകണം. അതുകൊണ്ട് വണ്ടി തിരിച്ചു കൊടുക്കണം. അവിടുന്ന് ഒരു സ്ഥലം കണ്ടുപിടിക്കണം നിൽക്കാൻ, ഒരു ചീപ്പായിട്ടുള്ള. ഫോണിനാണെങ്കിൽ ചാർജും ഇല്ല. നമുക്ക് നാളെ കാണാം. ഞങ്ങൾക്ക് നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് അങ്ങോട്ട് പോകാൻ ബസ്സില്ല, ടാക്സി ഇല്ല, ഒന്നുമില്ല. ഞങ്ങളൊരു അണ്ണനോട് പറഞ്ഞ് റാപ്പിഡ് രൂപയ്ക്ക് പോകുമായിരുന്നു. റാപ്പിഡോ കിട്ടിയില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് 200 രൂപയ്ക്കാണ്. 300 രൂപയ്ക്കിനെയും പോയില്ലേ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടത്തില്ല. ഇടയ്ക്ക് പോലീസ് ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ഇറക്കി നടന്നു. ഉത്തരാഖണ്ഡിലോട് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് ലാസ്റ്റിൽ ഞങ്ങൾ 3 പേരുണ്ട്. ഫ്രണ്ടില് 2 ബാഗ്, ബാക്കിൽ അവൻ്റെ ഒരു ബാഗ് കുത്തി നിറച്ചാ പോകും. നമുക്ക് ചീപ്പായിട്ട് സ്റ്റേ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഋഷികേശ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയാണ് നിന്നത്. ലക്ഷ്മൺ ഝുല എന്ന സ്ഥലത്ത്. ഇവിടുന്ന് ഇനി ഋഷികേശ് ബസ് സ്റ്റാൻഡിൽ പോകണം. അവിടുന്ന് ഹരിദ്വാർ പോകണം. ഹരിദ്വാറിലാണ് നമ്മുടെ ട്രെയിൻ. അത് 1 മണിക്ക്. ഇപ്പോൾ സമയം 11 മണിയായി. ഇനി അവിടുന്ന് ബസ് എടുത്തിട്ട് വേണം പോകാൻ. അങ്ങനെ തുടങ്ങിയടുത്ത് തന്നെ തിരിച്ചെത്തി. നമ്മുടെ ഉത്തരാഖണ്ഡ് ട്രിപ്പ് ഇതോടെ തീരുവാടാ. പറ്റുന്നില്ല. ഞാൻ ഇപ്പോഴേ ചന്ദ്രശീലം മിസ് ചെയ്യുവാടാ. അയ്യോ ശരിക്കും. 1 o'clock ആയി. 1:30 ആകുമ്പോൾ ട്രെയിൻ എടുക്കും. നേരെ മുംബൈയിലോട്ട് പോവാ. 33 hours. അതോടെ കഴിഞ്ഞാൽ നേരെ വീട്ടില് ബാക്ക് ടു കോളേജ് അല്ലേ. ഇപ്പോഴേ ഉത്തരാഖണ്ഡ് മിസ് ചെയ്യുക ഞങ്ങള്. നമ്മൾ ഉത്തരാഖണ്ഡ് തീരുന്നു. പക്ഷെ പൊളിയായിരുന്നു. ഒരു കംപ്ലീറ്റ് പാക്കേജ്. എല്ലാ എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു. കുറെ ആൾക്കാരെ മീറ്റ് ചെയ്തു. പല സ്ഥലത്ത്, ബംഗാൾ, ഉടുപ്പി, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, പലയിടത്തു നിന്നുള്ള ആൾക്കാരെ, കുറെ ആൾക്കാരുമായിട്ട് ബന്ധം സൃഷ്ടിച്ചു അല്ലേ. അവരുമായിട്ട് റൂം ഷെയർ ചെയ്യും. കുറെ മെമ്മറീസ് ഉണ്ടായിരുന്നു, കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ നിറഞ്ഞൊരു എല്ലാത്തിന്റെ ഒരു കംപ്ലീറ്റ് പാക്കേജ്, ഒരു റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻസ് ആണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി തിരിച്ചു പോവാം. അപ്പം ഞങ്ങളുടെ ഈ ഉത്തരാഖണ്ഡിലെ ഇത്രയും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ. പിന്നെ ഈ ഹോൾ ഉത്തരാഖണ്ഡിൽ നിങ്ങൾക്ക് ഞങ്ങൾ പോയ സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവിടെയുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് നമുക്ക് കോൺടാക്ട്സ് ഉണ്ട് ഇവിടെ ഇപ്പോൾ പരിചയമുള്ള ആൾക്കാർ. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ DM. ആൻഡ് പിന്നെന്താ, ഞങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിൽസും അങ്ങ് ഫോളോ ചെയ്യും. അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, കാണാം.